ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ നമ്മുടെ സുസുക്കി എക്സ് 250യുടെ ഒരു റിവ്യൂ ആണ്. റിവ്യൂ എന്ന് പറഞ്ഞാൽ 10,000 കിലോമീറ്റർ തികയും. പിന്നെ തേർഡ് സർവീസും കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെയായിരുന്നു തേർഡ് സർവീസ്. സോ തേർഡ് സർവീസിന് എത്ര രൂപ ചിലവായി, 10,000 കിലോമീറ്റർ ഓടിച്ചതിൻ്റെ എൻ്റെ ഒരു എക്സ്പീരിയൻസ്, പിന്നെ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ ഞാൻ പറയുന്നില്ല കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി കുറേ യൂട്യൂബേഴ്സ് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ എല്ലാം കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. സോ ഞാൻ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊന്നും പറയുന്നില്ല. എൻ്റെ ഒരു റിയൽ ലൈഫ് എക്സ്പീരിയൻസ് എങ്ങനെയാണ്, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വണ്ടി എടുക്കാവോ, ഇപ്പോഴും നിങ്ങൾക്ക് ഈ വണ്ടി എടുക്കാവോ, ഈ വണ്ടി എടുത്താൽ എന്താണ് ഉപകാരം, അല്ലെങ്കിൽ ഈ വണ്ടി എങ്ങനെ ഉപയോഗിക്കാം, ആർക്കാണ് ഇത് ആപ്റ്റ് ആവുക എന്നുള്ള കാര്യങ്ങളിലാണ് പറയാൻ പോകുന്നത്. എനിക്കിപ്പോൾ എൻ്റെ ഡെയിലി യൂസസിനും ഞാനിപ്പോൾ ലോങ് ട്രിപ്സ് അടിക്കാനാണെങ്കിലും ട്രിപ്പുകൾ പോകാനാണെങ്കിലും എൻ്റെ ഓഫീസ് പർപ്പസിന് ഓഫീസിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണെങ്കിലും ഞാൻ നമ്മുടെ വിസ്റ്റോം തന്നെയാണ് ഉപയോഗിക്കുന്നത്. എനിക്കിതുവരെയും യാതൊരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഫീലും എനിക്ക് തോന്നിയിട്ടില്ല. ഓക്കെ, പിന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഒരു എന്താ പറയുക, ഒരു ഭീമനാണ് കേട്ടോ. വണ്ടി ഒരു ഭീമനാണ്. ഭീമനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റോഡിൽ പോകുമ്പോൾ നമുക്ക് നല്ല റോഡ് പ്രസൻസ് ആണ് ഈ വണ്ടിക്ക്. സോ നമ്മൾ ഈ ഗാർഡുകളും കാര്യങ്ങളും എല്ലാം കൂടെ വെച്ചതിന് ശേഷം വണ്ടിയുടെ വലിപ്പം ഒന്ന് കൂടിയിട്ടേ ഉള്ളൂ. സോ നല്ല റോഡ് പ്രസൻസ് ആണ് വണ്ടിക്ക്. പിന്നെ നിങ്ങൾ അത്യാവശ്യം നല്ല സ്പീഡ്, അതായത് വളരെ സ്പീഡ് ആഗ്രഹിക്കുന്ന ഒരു 150, 100, ആ ഒരു റേഞ്ച് സ്പീഡിലേക്ക് നിങ്ങൾക്ക് പോകാനാണ് ആഗ്രഹമെങ്കിൽ ഈ വണ്ടി നോക്കേണ്ടതില്ല. ഇത് ലുക്ക് വൈസും പിന്നെ ക്രൂസിങ്, നമുക്ക് മെയിനായിട്ട് ഇതിൻ്റെ പർപ്പസ് തന്നെ റോഡ് അഡ്വഞ്ചറാണ്. അഡ്വഞ്ചർ ഇൻ ദ സെൻസ് നമുക്ക് ടൂററാണ് ഒരു വണ്ടി. ഈ വണ്ടി ടൂററാണ്. സോ ടൂറിങ് പർപ്പസും ക്രൂസ് ചെയ്യാനും മാത്രമേ ഈ വണ്ടി പറ്റത്തുള്ളൂ. പിന്നെ നല്ലൊരു റോഡ് പ്രസൻസ് ഈ വണ്ടിക്കുണ്ട്. അങ്ങനെ നോക്കുന്നവർക്ക് ഈ വണ്ടി എന്തായാലും ഉപയോഗിക്കാം കേട്ടോ. എൻ്റെ ഒരു അനുഭവത്തിൽ ഈ 10,000 കിലോമീറ്റർ വരെയും എനിക്ക് യാതൊരു പ്രശ്നവും ഈ വണ്ടിയിൽ നിന്ന് തന്നിട്ടില്ല. എനിക്ക് ആകെ ഒരു ചെറിയ ഒരു പ്രശ്നം ഫീൽ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബ്രേക്കിംഗ് സിസ്റ്റം മാത്രമാണ്. ഫ്രണ്ടിൽ ABS വന്നിട്ട്, ഫ്രണ്ടിലും ബാക്കിലും ABS തന്നെയാണ്, പക്ഷേ എന്നാലും ബാക്കിൽ ABS കുറച്ച് ABS മാത്രമല്ല, ബ്രേക്കിംഗ് നമ്മളിപ്പോൾ ഒരു 100-120 പോകുന്ന സമയത്ത് ഒരു പെട്ടെന്നുള്ളൊരു എമർജൻസിയിൽ ബ്രേക്ക് ചെയ്യേണ്ടി വന്നാൽ വണ്ടി ചിലപ്പോൾ നമ്മൾ വിചാരിച്ച സ്ഥലത്ത് നിന്നിട്ടില്ല. അതിന് നമുക്ക് ബ്രേക്ക് പാഡ് സെറാമിക്കിലേക്ക് മാറുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പരിധി വരെ ആ പ്രോബ്ലം ഒഴിവാക്കാം കേട്ടോ. വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈവേസിൽ 100-120 ആ റേഞ്ചിൽ നിങ്ങൾക്ക് ഹൈവേസിൽ ക്രൂസ് ചെയ്ത് പോകാൻ ഈ വണ്ടി ഏറ്റവും ബെസ്റ്റ് ഓഫ് ബെസ്റ്റ് ആണ് എന്ന് ഞാൻ പറയുള്ളൂ. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഞാൻ മറ്റുള്ള വണ്ടികളെ കമ്പയർ ചെയ്യുന്നില്ല. ഞാൻ ഇത്രയും ഓടിച്ചതിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഓവറോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ വെച്ചിട്ട് എനിക്ക് ഈ വണ്ടിയിൽ ആകെ എനിക്ക് പറയാനുള്ള ഒരു ഒറ്റ കംപ്ലൈൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബ്രേക്കിംഗ് സിസ്റ്റമാണ്. എസ്പെഷ്യലി ബാക്കിലെ ബ്രേക്കിംഗ് സിസ്റ്റമാണ്. സോ ബ്രേക്കിംഗ് സിസ്റ്റം കുറച്ചുകൂടെ സുസുക്കി കുറച്ചുകൂടെ എന്താ പറയുക, കുറച്ചുകൂടെ ബെറ്റർ ആക്കിയിരുന്നെങ്കിൽ ഇത് നൈസായിട്ടുള്ളൊരു വണ്ടിയാണ്. ടൂറിങ്ങിനും അതുപോലെ തന്നെ ഡെയിലി കമ്മ്യൂട്ടിനും ഹൈവേസിലും മറ്റേ ട്രാഫിക് റോഡ്സിലും ഒരുപോലെ പറ്റുന്ന ഒരു വണ്ടിയാണ് സുസുക്കിയുടെ SX 250 V-Strom എന്ന് പറയുന്നത് കേട്ടോ. എനിക്ക് ഹൈവേസിലാണ് ഈ വണ്ടി കുറച്ചുകൂടെ ബെറ്റർ ഫീലായിട്ട് തോന്നിയത്. നമുക്ക് ക്രോസ് വിൻസ് അടിക്കുന്ന സമയത്താണെങ്കിലും നമുക്കൊരു 70 വരെയൊക്കെ ക്രോസ് വിൻസ് നമ്മളൊന്നും ചെയ്യുന്നില്ല. സോ അതിന് കൂടുതൽ പോയി കഴിഞ്ഞാൽ എന്തായാലും ഏത് വണ്ടിയായാലും ക്രോസ് വിൻസ് അടിക്കും. സോ ക്രോസ് വിൻസിൻ്റെ കാര്യത്തിലും വണ്ടി അത്യാവശ്യം വെയിറ്റ് ഉള്ളതാണ്. പിന്നെ അത്യാവശ്യം നല്ല നീളമുള്ള വണ്ടിയാണ് കേട്ടോ. നല്ല നീളമുള്ള വണ്ടി ആയതുകൊണ്ട് തന്നെ വണ്ടി ടേണിങ് സമയത്ത് നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. വണ്ടി നമ്മുടെ കയ്യിലൊന്ന് ഹാൻഡിൽ ഒന്ന് ഒതുങ്ങി വരണം.
അപ്പോഴേ നമുക്കിത് ഈസി ആയിട്ട് കൊണ്ട് നടക്കാൻ പറ്റുള്ളൂ. പക്ഷെ അത് ഈസിയാണ് കേട്ടോ. ഒരു എന്താ പറയുക, ഒരു ലോങ് വണ്ടിയാണെങ്കിൽ കൂടെ അതിൻ്റെ ഒരു കഷ്ടതയൊന്നും നമുക്ക് വണ്ടി ഓടിക്കുന്ന സമയത്ത് വരില്ല. എൻ്റെ ഒരു എക്സ്പീരിയൻസ് കേട്ടോ, എനിക്കിതുവരെ അങ്ങനെ വന്നിട്ടില്ല. സോ എൻ്റെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് തേർഡ് സർവീസ് കഴിഞ്ഞിട്ടുണ്ട് ഈ വണ്ടിയുടെ. ഓൾമോസ്റ്റ് 10,037 കിലോമീറ്റർ ഈ വണ്ടി ഓടിയിട്ടുണ്ട്. സർവീസ് സെൻറ്ററിൻ്റെ കാര്യത്തിലൊന്നും എനിക്കൊരു കംപ്ലയിൻറ്റ് ഇതുവരെ വന്നിട്ടില്ല. എനിക്ക് വണ്ടിയിലൊരു കംപ്ലയിൻറ്റ് ഇതുവരെ വന്നിട്ടില്ല. സോ സർവീസ് ഇതുവരെ ഓക്കെ ആയിരുന്നു. സോ എൻ്റെ തേർഡ് സർവീസിന് എത്ര രൂപയായെന്ന് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അവരുടെ പ്രീമിയം വണ്ടിയാണെങ്കിൽ തന്നെ സർവീസ് കോസ്റ്റൊക്കെ നോർമൽ വണ്ടിയുടെ കോസ്റ്റ് തന്നെ വരുന്നുള്ളൂ കേട്ടോ. എൻ്റെ 10,000 കിലോമീറ്റർ ഓടി തേർഡ് സർവീസിന് എൻ്റെ കയ്യിൽ നോർമലി മാറ്റേണ്ടതിൽ നിന്നും എയർ ഫിൽറ്റർ മാത്രം ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. തേർഡ് സർവീസ് ഇന്നലെയാണ് കഴിഞ്ഞത്. സോ ഇന്നലെ തേർഡ് സർവീസിന് എത്ര രൂപയായി, എന്തെല്ലാം ഇതിനകത്ത് മാറ്റേണ്ടി വന്നു, സർവീസ് കോസ്റ്റ് എത്ര എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. അതിനു മുന്നേ ഈ വണ്ടി ആർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും, എൻ്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാവർക്കും ഉപയോഗിക്കാം കേട്ടോ. അത്യാവശ്യം ഇത്തിരി ഹൈറ്റ് വേണം. കാരണം വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് വന്നിട്ട് 210 mm ആണ്. സോ അവിടെ ടോട്ടൽ നമുക്കൊരു അത്യാവശ്യം ഹൈറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഫുഡ് എത്തത്തില്ല കേട്ടോ. അപ്പോൾ അതുകൂടെ നോക്കിയിട്ട് നിങ്ങൾ അത്യാവശ്യം ഹൈറ്റുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ടൂറിങ് പർപ്പസിന് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ട്രാഫിക്കിലും ഈസി ആയിട്ട് ഉപയോഗിക്കാം. ഇത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്, എനിക്കിതുവരെ ഉപയോഗിച്ചതിൽ തോന്നിയ കാര്യങ്ങളാണ് കേട്ടോ. സോ നമുക്ക് എൻ്റെ തേർഡ് സർവീസിന് എത്ര രൂപയായെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എൻ്റെ കയ്യിൽ ആ ബില്ലുണ്ട്, ആ ബില്ലിരിപ്പുണ്ട്. ബില്ല് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ആ ബില്ല്. ഇന്നലെ ആയിരുന്നു എൻ്റെ വണ്ടിയുടെ സർവീസ് കേട്ടോ. സോ കാണാൻ പറ്റുന്നുണ്ട് തോന്നുന്നു. ഓക്കെ, ഓയിൽ ഫിൽറ്റർ മാറിയിട്ടുണ്ട്, എയർ ഫിൽറ്റർ മാറിയിട്ടുണ്ട്, ഇഞ്ചിൻ ഓയിൽ മാറിയിട്ടുണ്ട്, പിന്നെന്താ ഓറിങ്ങോ അങ്ങനെ കണ്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ബില്ല് വന്നിരിക്കുന്നത്. എനിക്ക് ടോട്ടൽ കോസ്റ്റ് വന്നിരിക്കുന്നത് 1,386 രൂപയാണ് കേട്ടോ. ജസ്റ്റ് ഇത് തേർഡ് സർവീസാണ്. ഏകദേശം ഇതുപോലെ തന്നെയായിരുന്നു ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സർവീസിനും. എനിക്ക് ഏകദേശം 1,100 രൂപയോളം മാത്രമേ ചിലവ് വന്നിട്ടുള്ളൂ. സോ ഹെവി ആയിട്ടുള്ള ഒരു സർവീസ് കോസ്റ്റ് അല്ല നമുക്ക് വിസ്റ്റോമിന് വരുന്നത്. സോ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഹൈവേയിൽ ക്രൂസ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടൂറിങ് പർപ്പസിനും ഓഫീസ് പർപ്പസിനും ഒരുപോലത്തെ ഒരു വണ്ടിയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ധൈര്യമായിട്ട് ഈ വണ്ടി എടുക്കാം. പക്ഷേ നിങ്ങൾക്ക് സ്പീഡ് ഒരു 150 എബോവ് 160 ആ ഒരു റേഞ്ച് സ്പീഡിൽ നിങ്ങൾക്ക് ഹൈവേയിൽ പോകണം എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഈ വണ്ടി എടുക്കേണ്ടതില്ല. കാരണം ഈ വണ്ടി മാക്സിമം ഒരു 145 150ൻ്റെ ഉള്ളിൽ വണ്ടി സ്പീഡ് പോവുള്ളൂ. 150 എനിക്ക് കിട്ടിയില്ല. ഫുൾ ത്രോട്ടൽ ഞാൻ കൊടുത്തിട്ടും എനിക്കൊരു 140 മാത്രമേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കണ്ടൻറ് ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. ഞാനതിന് എന്തായാലും മറുപടി തരുന്നതായിരിക്കും കേട്ടോ. എന്തെങ്കിലും ഈ വണ്ടിയെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, ഞാനതിന് മറുപടി തരുന്നതായിരിക്കും കേട്ടോ.